ഇടുക്കി മുൻ DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കഴിഞ്ഞ ദിവസമാണ് അവിടെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം മേരിക്കുട്ടി BJPയിൽ ചേരുന്ന സാഹചര്യം. ഇപ്പോൾ മുൻ DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനവും BJPയിലേക്ക് എത്തുന്നു. കൂടുതൽ നേതാക്കൾ മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തുന്നു. അങ്ങനെ തന്നെയല്ലേ സുബിൻ തോമസ്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കിയിൽ BJPയുടെ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വിവിധ പാർട്ടികളിൽ നിന്ന് വിവിധ നേതൃനിരയിൽ, ജില്ലാ നേതൃനിരയിൽ വരെ ഉള്ള ആളുകളാണ് നിലവിൽ ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച് BJPയെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇടുക്കി DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനമാണ് ഇന്ന് കട്ടപ്പനയിൽ നടന്ന വികസിത കേരളം പരിപാടിയുടെ വേദിയിൽ വെച്ച് ഈ ഒരു മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഈ ഒരു ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഈ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വഖഫ് ഭേദഗതി ബിൽ അത് എത്തിയപ്പോൾ അതിനെ കോൺഗ്രസ് എടുത്ത നിലപാട് അത് തീർത്തും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു സമൂഹത്തെ ഒന്നാകെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. അതിൽ ആ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നിലവിൽ ഈ ഒരു ബെന്നി പെരുവന്താനം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇതിന്റെ ചർച്ചകൾക്കൊടുവിൽ ദേശീയതയോടൊപ്പം ചേർന്ന് നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ തൊടുപുഴയിൽ നടന്ന പരിപാടിയിലും, അതായത് വികസിത കേരളം പരിപാടിയിലാണ് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത്. തൊടുപുഴയിൽ നടന്ന പരിപാടിയിലാണ് BJPയിലേക്ക് DCC ഭാരവാഹി പാർട്ടിയിലേക്ക് എത്തുന്നത്. ഇടുക്കി മുൻ DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനമാണ് BJPയിൽ അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.